നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഥയുടെ പെരുത്തച്ഛന് വിടചൊല്ലി സാഹിത്യലോകം. അന്ത്യവിശ്രമം മടവൂർ റോഡ് ശ്മശാനത്തിൽ. അനുസ്മരിച്ചു പ്രമുഖർ. നികത്താനാവാത്ത നഷ്ടമെന്ന് ടി പത്മനാഭൻ. തലശ്ശേരിയിലെ ലോഡ്ജുകളിൽ മിന്നൽ പരിശോധന. വൃത്തിഹീന ചുറ്റുപാടുകളും നിരോധിത പുകയില വസ്തുക്കളും കണ്ടെത്തി. പരിശോധന. പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പോയിന്റ് ഓഫ് കോൾ പദവി എയർപോർട്ട് മാർച്ച് നടത്തുമെന്ന് AIYF. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം കാരണം വിമാനത്താവളം അനുദിനം കടന്നുപോകുന്നത് പ്രതിസന്ധിയിലൂടെയെന്നും ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കഥയുടെ കുലപതിക്ക് വിടചൊല്ലി മലയാള സാഹിത്യലോകം. അനുസ്മരിച്ചു പ്രമുഖർ. MT വാസുദേവൻ നായർ പല മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. തന്നെ പോലെയല്ലെന്ന് ടി പത്മനാഭൻ. MTയുമായി 1950 മുതലുള്ള പരിചയമുണ്ടെന്നും അദ്ദേഹം അനുസ്മരിച്ചു. സമ്മിശ്രങ്ങളായ ധാരാളം അനുഭവങ്ങൾ തങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ അവസാനമായി പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല. അനാരോഗ്യമാണ് കാരണമെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ഈ നഷ്ടം എളുപ്പത്തിലൊന്നും മലയാള സാഹിത്യത്തിന് നികത്താനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നെപ്പോലെയല്ല അദ്ദേഹം. ഞാൻ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയവനാണ്. ചെറിയ കഥ. നോവലില്ല, സിനിമയില്ല, ആത്മകഥയില്ല, നാടകമില്ല. MT അങ്ങനെയല്ല. MT കഥകൾ എഴുതി, MT നോവലുകൾ എഴുതി, സിനിമ സ്ക്രിപ്റ്റുകൾ ചെയ്തു, നാടകം എഴുതി, സിനിമ ഡയറക്റ്റ് ചെയ്തു. പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ്. എൻ്റെതൊരു ചെറിയ ലോകമാണ്. ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്. ഒതുങ്ങിക്കൂടിയത് എൻ്റെ തന്മനസ്സുകൊണ്ടൊന്നുമല്ല. എനിക്കത്രേ കഴിയുള്ളൂ. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തനായി ഞാൻ എൻ്റെ ആ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടി. അദ്ദേഹം അങ്ങനെയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം സാധാരണ നികത്താൻ കഴിയാത്ത നഷ്ടം എന്നൊക്കെ ആരെക്കുറിച്ചും പറയും. അത് പറഞ്ഞ് ഇപ്പോഴൊരു ക്ലിഷയാണ്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. സത്യമാണ്. സത്യം നിഷേധിച്ചിട്ടൊരു പ്രയോജനവുമില്ല. അദ്ദേഹത്തിൻ്റെ മേഖല വളരെ വേഗത്തിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിശാലമായ ലോകത്തിലേക്ക് അദ്ദേഹം പോയത്. ഞാൻ തുടങ്ങുമ്പോഴുള്ള ആ കൊച്ചു ലോകത്തിൽ ഇന്നും ഒതുങ്ങിക്കൂടുന്നു. അദ്ദേഹം വളരെ വലിയ മനുഷ്യനാണ്. ഞാൻ വീണ്ടും പറയുന്ന ഒരു ക്ലിഷേ, ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താൻ കഴിയുന്നതല്ല. കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എഴുത്തുകാരനായിരുന്നു MT എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന കാലഘട്ടത്തിൽ പക്വതയാർന്ന പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. മലയാളക്കരയുടെ നന്മയും ഉന്മേഷവും വിളിച്ചോതിയ MTയുടെ എഴുത്തുകൾ ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം നിലനിൽക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ CPM ഇല്ലാതിരുന്നെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ചിന്തിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. തൻ്റെ നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും സിനിമയിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സാഹിത്യകാരനായിരുന്നു MT. മലയാള ഭാഷയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ കഥയുടെ പെരുന്തച്ഛനായിരുന്നു MT വാസുദേവൻ നായരെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, കലാകാരൻ, സിനിമാ സംവിധായകൻ, രചയിതാവ്, തിരക്കഥാകൃത്ത്, എല്ലാറ്റിനേക്കാളും ഉപരിയായി വിശ്വ പൗരത്വത്തിലേക്ക് കടന്നു വന്ന മഹാനായ എഴുത്തുകാരൻ MTയുടെ യുഗം ഇന്നലെ രാത്രി 10 മണിയോടുകൂടി അവസാനിച്ചിരിക്കുക. താരതമ്യം ചെയ്യാൻ ആരെയും നമുക്ക് MTയോടൊപ്പം ചേർത്ത് വെക്കാനില്ല. 24-ാമത്തെ വയസ്സിലെഴുതി 25-ാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച
ഏറ്റവും ശ്രദ്ധേയമായ നാലുകെട്ട് അവാർഡുകളുടെ ഒരു പെരുമഴ ആ പുസ്തകത്തെ തേടി എത്തിയെന്ന് നമുക്കറിയാം. സാമൂഹ്യ ജീവിതത്തെ എൻ്റെ അനുഭവത്തിൽ കൃത്യതയോടുകൂടി അവതരിപ്പിച്ച ഒരു നോവലായിരുന്നു അത് എന്ന് എല്ലാവരും ഒരേപോലെ മുക്തകണ്ഠം വിശദീകരിക്കപ്പെട്ടതാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള നോവലുകളും ചെറുകഥകളും രചിച്ച ചലച്ചിത്ര ഇതിഹാസങ്ങൾ, നിർമ്മാല്യം പോലെ ഒരു സിനിമ മലയാള ഭാഷയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊന്നിനെ പറ്റിയും നമുക്ക് അത്രത്തോളം പറയാൻ സാധിക്കുന്നതല്ല. പ്രിയപ്പെട്ട എം ഡിയുടെ ദുഃഖത്തിൽ, എം ഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖിക്കുന്ന എല്ലാവരോടും, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കേരളീയരായ ലോകത്തെമ്പാടും തന്നെ എം ഡിയെ വായിച്ച മനസ്സിലാക്കിയ എല്ലാവരുടെയും ദുഃഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഗാധമായ അനുശോചനവും ദുഃഖവും അറിയിക്കുകയും അവരോടൊപ്പം പങ്കുചേരുകയും ചെയ്യുക. എഴുതിയാലും തീരാത്ത കഥയായി, വായിച്ചാലും തീരാത്ത പുസ്തകമായി എം ടിയുടെ ജീവിതം മലയാളി മനസ്സുകളിൽ ചിരകാലം ജ്വലിച്ചു നിൽക്കുമെന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഹൃദയത്തിൽ നിന്നൊഴുകിയ കവിതകളായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തും വാക്കും. ആനന്ദവും ദുഃഖവും പ്രണയവും വിരഹവും മോഹവും മോഹഭംഗവും തുടങ്ങി മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെല്ലാം എം ടി അക്ഷരങ്ങളിൽ ചാലിച്ചു. മലയാളികളുടെ മനസ്സറിഞ്ഞ മാന്ത്രിക തൂലികനായിരുന്നു എം ടി എന്ന രണ്ടക്ഷരമെന്നും എം വി ഗോവിന്ദൻ അനുസ്മരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മലയാള ഭാഷയ്ക്കും കേരളത്തിനും അമൂല്യ സംഭാവനകൾ നൽകിയ സാഹിത്യരംഗത്തെ അതികായനായിരുന്നു എം ടി വാസുദേവൻ നായരെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. മലയാളത്തെ ലോകോത്തര രംഗത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ രചനകൾ സഹായിച്ചു. മലയാള സാഹിത്യത്തിന്റെ കുലപതി കൂടിയായ എം ടിയുടെ വേർപാട് വേദനാജനകമാണെന്നും EP പറഞ്ഞു. അദ്ദേഹത്തിന്റെ രചനകൾ സിനിമാ മേഖലയെയും പരിപോഷിപ്പിച്ചു. കൈവച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച മനുഷ്യസ്നേഹിയായിരുന്നു എം ടി. അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചിക്കുന്നതായും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും EP ജയരാജൻ പറഞ്ഞു. ശ്രീ MT വാസുദേവൻ നായർ ഇന്നലെ രാത്രി നമ്മളോട് വിട പറഞ്ഞു. മലയാള ഭാഷയ്ക്കും കേരളത്തിനും അമൂല്യ സംഭാവനകൾ നൽകിയ സാഹിത്യരംഗത്തെ, മലയാള സാഹിത്യരംഗത്തെ അതികായകനായിരുന്നു ശ്രീ MT. മലയാളത്തെ ലോകോത്തര രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും സഹായിച്ചു. ആ വലിയ മനുഷ്യൻ്റെ, മലയാള സാഹിത്യത്തിൻ്റെ ഒരു കുലപതി, അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയറ്റത്തെ വേദനയും ദുഃഖവുമുണ്ട്. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും എൻ്റെ അനുശോചനം അറിയിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. ശ്രീനാരായണ കോളേജ് ഫിസിക്സ് അലുമിനി അസോസിയേഷൻ SNCPAA 19ാം വാർഷിക സംഗമം ഡിസംബർ 29-ന് കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർഷികാഘോഷ ദിന ചടങ്ങിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി NM ഗിരീഷിന്റെ സഹായത്തോടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് 2 ലക്ഷം രൂപ ചെലവിൽ ഒരുക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂമും സംഭാവന ചെയ്യും. കോളേജ് അധികൃതരുടെ ചിരകാല അഭിലാഷമായിരുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ സാക്ഷാത്കാരവും ചടങ്ങിൽ നിർവഹിക്കും. 8 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും അത്യാധുനിക ഗ്രാഫിക്സ് സൗകര്യങ്ങൾ അടങ്ങിയ ഒരു ഹയർ കപ്പാസിറ്റി ഡെസ്ക്ടോപ്പും ഹെവി പ്രിന്ററും ചേർന്നാണ് ഡിജിറ്റൽ ലൈബ്രറിയുടെ സംവിധാനം. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ കോളേജിന്റെ വികസന പ്രവൃത്തിയിലും അക്കാദമിക് രംഗത്തും വിവിധ സംഭാവനകൾ ചെയ്തിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതുകൂടാതെ ഇത്തവണ ഒരു ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ കോളേജിലെ ഡിജിറ്റൽ ലൈബ്രറി ഞങ്ങളൊന്ന് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് 1976 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ CP പത്മനാഭൻ സർ, അദ്ദേഹം 5,17,000 രൂപയാണ് 8 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്കും ഒരു
മോഡേൺ ഗ്രാഫിക് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പ്യൂട്ടറിനും ഒക്കെ ആയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ഈ ഒരു ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം കൂടെ ഞങ്ങളുടെ വാർഷിക സമ്മേളനത്തിൽ 29-ാം തീയതി നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ വർഷവും സർവകലാശാല തലത്തിൽ ഉന്നത വിജയം നേടുന്ന ഫിസിക്സ് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് കേശ് അവാർഡ് നൽകി വരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ എം രമ്യകൃഷ്ണൻ, എം പുഷ്കരാക്ഷൻ, എം കെ സുരേഷ് ബാബു, എം വി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഥയുടെ പെരുത്തച്ഛന് വിടചൊല്ലി സാഹിത്യലോകം. അന്ത്യവിശ്രമം മടവൂർ റോഡ് ശ്മശാനത്തിൽ. അനുസ്മരിച്ചു പ്രമുഖർ. നികത്താനാവാത്ത നഷ്ടമെന്ന് ടി പത്മനാഭൻ. തലശ്ശേരിയിലെ ലോഡ്ജുകളിൽ മിന്നൽ പരിശോധന. വൃത്തിഹീന ചുറ്റുപാടുകളും നിരോധിത പുകയില വസ്തുക്കളും കണ്ടെത്തി. പരിശോധന. പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പോയിന്റ് ഓഫ് കോൾ പദവി എയർപോർട്ട് മാർച്ച് നടത്തുമെന്ന് AIYF. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം കാരണം വിമാനത്താവളം അനുദിനം കടന്നുപോകുന്നത് പ്രതിസന്ധിയിലൂടെയെന്നും ഭാരവാഹികൾ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. തലശ്ശേരി കടൽപ്പാലത്തിന് സമീപത്തെ വിവിധ ലോഡ്ജുകളിൽ സബ് ഇൻസ്പെക്ടർ ദീപ്തിയുടെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങൾ പരിശോധന നടത്തി. മാലിന്യ സംസ്കരണവും വൃത്തിഹീനമായ ലോഡ്ജ് മുറികളിൽ അനധികൃതമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്നതിനെക്കുറിച്ചും നഗരസഭയ്ക്ക് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ആരോഗ്യ വിഭാഗം, റവന്യൂ വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവർ സംയുക്ത പരിശോധന നടത്തി. പരിശോധനയിൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ്, അതിഥി തൊഴിലാളികളുടെ കണക്കെടുപ്പ്, ശുചിത്വം, ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ, കെട്ടിടത്തിന് നമ്പറുകൾ, അനധികൃത നിർമ്മാണം, കാലപ്പഴക്കം, സ്ട്രക്ചർ സ്റ്റെബിലിറ്റി തുടങ്ങിയവ പരിശോധിച്ചു. കടൽപ്പാലം പരിസരത്തെ ജൈവ അജൈവ മാലിന്യങ്ങൾ കടലിലും പൊതുസ്ഥലത്തും വലിച്ചെറിയുന്നതിനെ പറ്റിയും അതിഥി തൊഴിലാളികൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതിനെക്കുറിച്ചും വെറ്റില തമ്പാക്ക് മുറുക്കി തുപ്പുന്നതിനെക്കുറിച്ചും വൃത്തിഹീനമായ ലോഡ്ജ് മുറികളിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതിനെക്കുറിച്ചും നഗരസഭയ്ക്ക് ധാരാളം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റൽ ലോഡ്ജ്, രാജധാനി ലോഡ്ജ്, കംഫർട്ട് ലോഡ്ജ്, ബീച്ച് ലോഡ്ജ്, അംബാസിഡർ ലോഡ്ജ്, സീക്കിംഗ് ലോഡ്ജ്, അറേബ്യൻ ടവർ ലോഡ്ജ് തുടങ്ങിയവയിൽ പരിശോധന നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. തുടർന്നും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്ന് സംയുക്ത പരിശോധനാ സംഘം അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, ദിനേശ്, സ്മിനു, റവന്യൂ ഇൻസ്പെക്ടർ ജഗന്നാഥ്, ഓവർസിയർ രഞ്ജിത്ത്, ഡ്രൈവർ രാജേഷ് കക്ര തുടങ്ങിയവർ പങ്കെടുത്തു.
കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം തരിശുരഹിത കേരളം പദ്ധതി കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തരിശുരഹിത മണ്ഡലത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഡിസംബർ 28 വെള്ളിയാഴ്ച 4 കാനായി വയലിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കേരളത്തെ തരിശുരഹിതമാക്കുക എന്ന ലക്ഷ്യമാണ് കർഷക സംഘം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ ടി.ഐ. മധുസൂദൻ MLA അധ്യക്ഷത വഹിക്കും. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കേരളത്തെ തരിശുരഹിതമാക്കുക എന്ന ലക്ഷ്യമാണ് കർഷക സംഘം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മണ്ഡലത്തെ ആദ്യഘട്ടത്തിൽ തരിശുരഹിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം 139 മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്തുകളിലും തരിശുരഹിതമാക്കാനാണ് തീരുമാനം. തരിശുരഹിതമായ കേരളം സൃഷ്ടിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിന് രൂപം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലം ആണ് തരിശുരഹിത മണ്ഡലമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആദ്യഘട്ടം അതിൻ്റെ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. അതുപോലെ ഒരു ഹരിതകർമ്മ സേന അതിൻ്റെ ഭാഗമായി അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. കൃഷിമന്ത്രി പ്രസാദാണ് ഈ തരിശുരഹിത കേരളം പദ്ധതിയുടെ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ ഉദ്ഘാടനം 28 തീയതി വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂരിലെ കാനായി വയലിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കർഷക സംഘം ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പയ്യന്നൂർ മണ്ഡലത്തിലും കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മണ്ഡലത്തിലെ ചെറുതാഴം, അഴീക്കോട് മണ്ഡലത്തിലെ ചിറക്കൽ, ഇരിക്കൂർ മണ്ഡലത്തിലെ ചെങ്ങളായി, തലശ്ശേരി മണ്ഡലത്തിലെ എരഞ്ഞോളി, ധർമ്മടം മണ്ഡലത്തിലെ പിണറായി, മട്ടന്നൂർ മണ്ഡലത്തിലെ കീഴല്ലൂർ, കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പാട്യം, പേരാവൂർ മണ്ഡലത്തിലെ പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലത്തിലെ പരിയാരം, കണ്ണൂർ മണ്ഡലത്തിലെ മുണ്ടേരി എന്നീ 10 മണ്ഡലങ്ങളിലെ ഓരോ പഞ്ചായത്തിലുമാണ് തരിശ് രഹിതമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കർഷക തൊഴിലാളി ക്ഷേമം നേരിടുന്ന നെൽകൃഷി മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് 118 പേരടങ്ങുന്ന അഗ്രി ആർമി രൂപീകരിച്ച് കർഷക പട്ടാളം നെൽകൃഷി തിരിച്ചുപിടിക്കാൻ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിവരികയാണ്. പത്രസമ്മേളനത്തിൽ കർഷക സംഘം പ്രസിഡന്റ് പി ഗോവിന്ദൻ, പി ഗംഗാധരൻ, പുല്ലായിക്കൊടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏച്ചൂർ ശുചിത്വ സുന്ദര ബസാർ ഹാപ്പിനെസ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി ഏച്ചൂർ ബസാറിൽ കനറ ബാങ്ക് സ്പോൺസർ ചെയ്ത സെൽഫി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു. കനറ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ VK ശ്രീകാന്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഏച്ചൂരിൽ ശുചിത്വ സുന്ദര ബസാർ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അതോടൊപ്പം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന ഹാപ്പിനെസ് വില്ലേജ് പദ്ധതിയും ഏച്ചൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. ശുചിത്വത്തോടൊപ്പം സമാധാനപൂർണമായ ഗ്രാമാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് 2 പരിപാടികളുടെയും ഉദ്ദേശം. ഏച്ചൂർ ശ്രീനാരായണ വിലാസം വായനശാലയാണ് 2 പദ്ധതിക്കും നേതൃത്വം നൽകുന്നത്. പ്രദേശത്തെ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളും വിവിധ സ്ഥാപനങ്ങളും പരിപാടികളിൽ സഹകരിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഏച്ചൂർ ബസാറും പരിസരവും ശുചീകരിക്കുന്നതോടൊപ്പം സൗന്ദര്യവൽക്കരണവും വിവിധ ബോധവൽക്കരണ പരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തിവരുന്നു. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ബസാറിൽ ഒരു സെൽഫി പോയിന്റ് സ്ഥാപിച്ചത്. കാനറ ബാങ്കിന്റെ ഏച്ചൂർ ശാഖയാണ് സെൽഫി പോയിന്റ് സ്പോൺസർ ചെയ്തത്. ബാങ്കിന്റെ ഒരു ആശയമനുസരിച്ച്, നമ്മുടെ ഒരു സ്ഥാപിത തത്വമനുസരിച്ചിട്ട് നമ്മുടെ സ്ഥാപകൻ പറഞ്ഞിട്ടുള്ളത്, ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഒരു കേവലമായ ഒരു സാമ്പത്തിക സ്ഥാപനം മാത്രമല്ല, എന്നാൽ അത് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ഒരു സാമൂഹിക സ്ഥാപനമായി മാറണമെന്നുള്ളതാണ്. കനറ ബാങ്ക് ഏച്ചൂർ ശാഖയെ സംബന്ധിച്ചോളം വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ 10 വർഷം ഈ ശാഖ പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ്. ഈ ഏച്ചൂരിലും അതുപോലെ മുണ്ടേരി പഞ്ചായത്തിലുമുള്ള വിവിധങ്ങളായ വായനശാലകളിലും സ്കൂളുകളിലും ഒരുപാട് CSR ആക്ടിവിറ്റീസ് കനറ ബാങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ശുചിത്വ സുന്ദര പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ സെൽഫി പോയിന്റ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് പല പരിപാടികളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു CSR ഫണ്ടാണ് ബാങ്ക് അനുവദിച്ചിട്ടുള്ളത്. ഏച്ചൂർ ബസാറിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഹാപ്പിനെസ് വില്ലേജ് ജോയിന്റ് കൺവീനർ പട്ടൻ ഭാസ്കരൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി രവീന്ദ്രൻ, ജിതേഷ് മച്ചാട്ട്, കാനറ ബാങ്ക് ഏച്ചൂർ ബ്രാഞ്ച് മാനേജർ M സിദ്ധാർത്ഥൻ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K രാജൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരളയുടെ 55ാമത് സംസ്ഥാന മേള നൌറ 28 മുതൽ 30 വരെ നടക്കും. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജാണ് മുഖ്യവേദി.
28 വൈകുന്നേരം 7 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് മേള ഉദ്ഘാടനം ചെയ്യും. എഞ്ചിനീയർമാരും കുടുംബാംഗങ്ങളുമായി 3500-ലധികം പേർ മേളയിൽ പങ്കെടുക്കും. കേരള സർക്കാരിൻ്റെ PWD, ഇറിഗേഷൻ, LSTD ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ ഉള്ള എഞ്ചിനീയർമാരെ അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയാണ് അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള. ഏതാണ്ട് 5000-ഓളം അംഗങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സർവീസിലുള്ള എഞ്ചിനീയർമാരെ പോലെ തന്നെ റിട്ടയർ ചെയ്ത ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത എഞ്ചിനീയർമാർ ഈ സംഘടനയുടെ അംഗങ്ങളായി തുടരും എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രത്യേകത. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഒരു ആനുവൽ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അത് ഓരോ വർഷം ഓരോ ജില്ലയിലാണ് നടക്കുന്നത്. കണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ 2011 നമ്മൾ ഈ മേളയ്ക്ക് ആതിഥ്യം വഹിച്ചത്. അതിനുശേഷം ഈ വർഷം 55ാമത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അസോസിയേഷൻ്റെ 55ാമത് ആനുവൽ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ആതിഥ്യം ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ല ഇവിടെ വഹിക്കുകയാണ്. കേരളത്തിലെ പൊതുമരാമത്ത്, ജലസേചനം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെ എല്ലാ എഞ്ചിനീയർമാരെയും ഉൾക്കൊള്ളുന്ന സംഘടനയാണ് അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള. 7 വേദികളിലായി 41 ഇനങ്ങളിൽ കലാമത്സരങ്ങളും വോളിബോൾ, ബാസ്കറ്റ്ബോൾ താരങ്ങളുടെ മാർച്ച് പാസ്റ്റും അത്ലറ്റിക് മീറ്റും സമീപത്തുള്ള സെൻട്രൽ ജയിൽ സ്റ്റേഡിയത്തിലും നടക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിൽ മുന്നോട്ടുള്ള വഴികൾ എന്ന വിഷയത്തിൽ ആർക്കിടെക്ട് പ്രവീൺ ചന്ദ്രയുടെ നേതൃത്വത്തിൽ സാങ്കേതിക സെമിനാർ 28 രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. എഞ്ചിനീയർമാരും കുടുംബാംഗങ്ങളുമായി 3500-ലധികം പേർ മേളയിൽ പങ്കെടുക്കും. KV സുമേഷ് MLA മുഖ്യ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ കലാമേള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ ജില്ലകളിലെ എഞ്ചിനീയർമാർ അവതരിപ്പിക്കുന്ന മെഗാ ഓർക്കസ്ട്ര നടക്കും. 29 രാവിലെ 9 മണിക്ക് നടക്കുന്ന കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഫുട്ബോൾ താരവുമായ IM വിജയൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിക്കും. വൈകുന്നേരം 5 മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നൗറ ഫാമിലി നൈറ്റ് ഉദ്ഘാടനം ചെയ്യും. രജിസ്ട്രേഷൻ പുരാവസ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യ അതിഥിയായിരിക്കും. പിന്നണി ഗായിക അഞ്ജു ജോസഫ് ആൻഡ് ടീം നയിക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റോടെ 2ാം ദിവസത്തെ പരിപാടികൾ അവസാനിക്കും. 30 രാവിലെ 11 മണിക്ക് വാർഷിക ജനറൽ ബോഡി യോഗവും നടക്കും. മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതിയും വിവിധ ഉപസമിതികളും പ്രവർത്തിച്ചു വരുന്നു. 13 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിൽ മേള നടക്കുന്നതെന്നും ഭാരവാഹികളായ KP സത്യേന്ദ്രൻ, IV സുശീൽ, K ഗോപകുമാർ, P സജിത്ത്, PK ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ശരണം വിളികളാൽ മുഖരിതമായ 41 ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമലയിൽ മണ്ഡല പൂജ നടന്നു. സമാപനം കുറിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ചടങ്ങുകൾ നടന്നു. കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർപ്പൂര ദീപ പ്രദക്ഷിണവും നടന്നു. ഗുരുവന്ദനവുമായി കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ 1995-96 SSLC ബാച്ച് ചങ്ങാതിക്കൂട്ടം 96 ഗുരുവന്ദനം സംഘടിപ്പിക്കുന്നത്. 29 കമ്പിൽ ടാക്സി സ്റ്റാൻഡിലാണ് പരിപാടി നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 1995-96 വർഷത്തിലെ SSLC പഠിച്ചിറങ്ങിയ കുട്ടികൾ ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, ചങ്ങാതിക്കൂട്ടം 96 എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ നടത്തുന്ന ഗുരുവന്ദനം എന്ന പരിപാടി ഈ വരുന്ന ഡിസംബർ 29 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കമ്പിൽ ടൗണിലുള്ള കൊളച്ചേരി പഞ്ചായത്തിൻ്റെ ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള വേദിയിൽ വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ്.
കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1995-96 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കി പിരിഞ്ഞുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയാണ് ചങ്ങാതിക്കൂട്ടം. കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന പരിപാടിയായിട്ടാണ് അണിയറ പ്രവർത്തകർ ഗുരുവന്ദനം സംഘടിപ്പിക്കുന്നത്. കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 1995-96 കാലഘട്ടം വരെ ഉണ്ടായിരുന്ന മുഴുവൻ അധ്യാപകരെയും വേദിയിൽ ആദരിക്കുന്ന വ്യത്യസ്തമായ പരിപാടിയാണിത് എന്ന് സംഘാടകർ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ MV ഹരീഷ്, M സജിത്ത്, K വിജേഷ്, PP രതീഷ്, CV രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അഴീക്കലിലെ NSS വോളണ്ടിയർമാർ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ജലസംരക്ഷണം, ദ്രവ്യമാലിന്യ സംസ്കരണ പ്രമേയമാകുന്ന ജലജീവിതം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ SN പാർക്കിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. പയ്യാമ്പലം വാർഡ് കൌൺസിലർ PV ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. ജലമായി പിരിയുന്നു പലകാലം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും അമൃത മിഷന്റെയും സഹകരണത്തോടെയാണ് ജലം ജീവിതം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി വാട്ടർ പാർലമെന്റ് പദയാത്ര ജലസംരക്ഷണ പ്രതിജ്ഞ നടത്തി. അമൃത് മിഷൻ പ്രതിനിധി റസ്ലിം PR, NSS പ്രോഗ്രാം ഓഫീസർ സാലി M, പുഷ്പ PC, നൗന PK, അഭിലാഷ് GS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഥയുടെ പെരുത്തച്ഛന് വിടചൊല്ലി സാഹിത്യലോകം. അന്ത്യവിശ്രമം മടവൂർ റോഡ് ശ്മശാനത്തിൽ. അനുസ്മരിച്ചു പ്രമുഖർ. നികത്താനാവാത്ത നഷ്ടമെന്ന് T പത്മനാഭൻ. തലശ്ശേരിയിലെ ലോഡ്ജുകളിൽ മിന്നൽ പരിശോധന. വൃത്തിഹീന ചുറ്റുപാടുകളും നിരോധിത പുകയില വസ്തുക്കളും കണ്ടെത്തി. പരിശോധന പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പോയിന്റ് ഓഫ് കോൾ പദവി എയർപോർട്ട് മാർച്ച് നടത്തുമെന്ന് AIYF. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം കാരണം വിമാനത്താവളം അനുദിനം കടന്നുപോകുന്നത് പ്രതിസന്ധിയിലൂടെയെന്നും ഭാരവാഹികൾ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് AIYF കണ്ണൂർ എയർപോർട്ടിലേക്ക് ഡിസംബർ 28 മാർച്ച് നടത്തുന്നു. ജാഥ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ 28 രാവിലെ 9:30 കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയവും അവഗണനയും കൊണ്ട് വിമാനത്താവളം അനുദിനം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്തര മലബാറിലെ വികസന മുന്നേറ്റത്തിന് വലിയ പ്രതീക്ഷകൾ നൽകി 2018 ഡിസംബർ 9 യാഥാർത്ഥ്യമായ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് AIYF കണ്ണൂർ എയർപോർട്ടിലേക്ക് ഡിസംബർ 28 മാർച്ച് നടത്തുന്നത്. എയർപോർട്ട് അഭ്യസ്തവിദ്യരായ യുവജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയവും അവഗണനയും കൊണ്ട് വിമാനത്താവളം അനുദിനം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നേതാക്കൾ പറഞ്ഞു. പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കാത്ത കാരണം വിദേശ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എയർപോർട്ടും അനുബന്ധ സ്ഥാപനങ്ങളും വൻകിട പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഇതുവരെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാത്തതിൽ പ്രധാന പങ്ക് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങളാണ്. കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ് AIYF കാൽനട ജാഥയിലൂടെ സമൂഹവുമായി പങ്കുവയ്ക്കുന്നത്. AIYFനെ സംബന്ധിച്ച് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള സമരങ്ങളും അപേക്ഷകളുമെല്ലാം ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ യുവജന സംഘടനകളാകെ നേതൃത്വം നൽകുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട സെമിനാർ സംഘടിപ്പിച്ചത്. ആ സെമിനാറുമായി ബന്ധപ്പെട്ട് എല്ലാവിധ മേഖലകളിലെ ആളുകളും ആ സെമിനാറിനെ സഹായിക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ എയർപോർട്ടിൻ്റെ പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകുന്നതിന് വേണ്ടി തയ്യാറായി. അതോടൊപ്പം തുടർച്ചയായ സമരങ്ങളാണ് AIYF ആലോചിച്ചിട്ടുള്ളത്. ആ സമരത്തിൻ്റെ ഒരു ഘട്ടം എന്നുള്ള രീതിയിലാണ് കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കാൽനട ജാഥയും ബഹുജന മാർച്ചും തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 28 രാവിലെ 10 മണിക്ക് കാൽടെക്സിൽ വെച്ച് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടും. AIYFൻ്റെ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോനാണ് ഈ കാൽനട ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറി KV സാഗർ ജാഥ ലീഡറും സംസ്ഥാന കമ്മിറ്റി അംഗം KV പ്രശോഭ് ഡെപ്യൂട്ടി ലീഡറുമാണ്. നിരവധി കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മട്ടന്നൂരിൽ നിന്ന് ബഹുജന മാർച്ചോടുകൂടി എയർപോർട്ടിൽ എത്തും. വാർത്താ സമ്മേളനത്തിൽ AIYF ജില്ലാ സെക്രട്ടറി KV സാഗർ, KV പ്രശോഭ്, AK ഉമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ കർപ്പൂര ദീപം പ്രദക്ഷിണത്തോടുകൂടി 41 ദിവസത്തെ മണ്ഡലകാല ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു. പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്ര അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഭജനയും കർപ്പൂര ദീപ പ്രദക്ഷിണവും ഹരിവരാസനത്തോടുകൂടി സമാപിച്ചു. ഇന്ന് രാവിലെ പൊഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്ര അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഭജനയും കർപ്പൂര ദീപ പ്രദക്ഷിണവും ഹരിവരാസനത്തോടുകൂടി സമാപിച്ചു. ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14 മകരവിളക്ക്. ഇന്നലെ പമ്പയിൽ നിന്ന് പുറപ്പെട്ട തങ്ക അങ്കി ഘോഷയാത്ര 6 മണിയോടെ സന്നിധാനത്ത് എത്തിച്ചേർന്നു. സോപാനത്തെത്തുന്ന തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി. പിന്നാലെ തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടന്നു. ഇതിനുശേഷം ഭക്തരെ 18ാം പടിയെ കയറാൻ അനുവദിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കേരള നദ്വത്തുൽ മുജാഹിദീൻ KNM സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന അധ്യാപക പരിശീലന കോഴ്സിന്റെ 2ാം ബാച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28 നടക്കും. കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുന്ന 2ാം ബാച്ചിന്റെ ഉദ്ഘാടനം യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ നഫീസ ബേബി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്രീയമായ പരിശീലനം ലഭിച്ച മദ്രസ അധ്യാപകരെ വാർത്തെടുക്കുന്നതിനായി KNM വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഡിപ്ലോമ ഇൻ മദ്രസ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിന്റെ ആദ്യ ബാച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 6 സെന്ററുകളിലായി 250 പഠിതാക്കളാണ് ആദ്യ ബാച്ചിൽ ഉണ്ടായിരുന്നത്. 2ാം ബാച്ചിൽ 25 കേന്ദ്രങ്ങളിൽ 1000 പഠിതാക്കൾ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. കാലഘട്ടത്തിന് അനുസൃതമായിക്കൊണ്ട് വ്യത്യസ്തമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്
കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ മദ്രസ പ്രവർത്തനത്തിലും മദ്രസ അധ്യാപന രീതിയിലും മാറ്റം വരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഡിപ്ലോമ ഇൻ മദ്രസ ടീച്ചേഴ്സ് കോഴ്സ് കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ നടപ്പിൽ വരുത്തി. സംസ്ഥാന തലത്തിൽ ഏകദേശം 250ഓളം പഠിതാക്കൾ മദ്രസ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തലത്തിലുള്ള ഒരുപാട് ജനങ്ങളെ ആ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞവർ മാത്രമല്ല, എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞവർ മുതൽ ഡോക്ടറേറ്റ് കിട്ടിയവർ വരെ, അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലുള്ളവരെ ഈ കോഴ്സിൻ്റെ ഭാഗമാക്കാൻ അന്ന് സംസ്ഥാന സമിതിക്ക് കഴിയുകയും 250ഓളം പുതിയ ടീച്ചേഴ്സിനെ, ട്രെയിൻഡ് ടീച്ചേഴ്സിനെ പുറത്തിറക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ വരുന്ന 28-ാം തീയതി കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ചുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ടി.പി. നഫീസ ബേബി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടന പരിപാടി നടക്കുന്നത്. ഖുർആൻ, അറബി ഭാഷ, ഇസ്ലാമിക ചരിത്രം, കർമ്മശാസ്ത്രം, അധ്യാപന മനഃശാസ്ത്രം, അധ്യാപന നീതിശാസ്ത്രം എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2ാം ബാച്ചിന്റെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ നഫീസ ബേബി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ നിസാമുദ്ദീൻ, മുനീർ മാസ്റ്റർ, കബീർ കരിയാട്ട്, അഹമ്മദ് സദാത്ത് മദനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. രുചിക്കൂട്ടിന്റെ പുത്തൻ കഥകൾ പറഞ്ഞുകൊണ്ട് ബേക്ക് സ്റ്റോറി തളാപ്പിലും. കണ്ണൂരിന്റെ ഹൃദയഭാഗമായ തളാപ്പിൽ ബേക്ക് സ്റ്റോറിയുടെ 18ാമത് ഔട്ട്ലെറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണപ്രിയരുടെ നാടായ കണ്ണൂരിന് വൈവിധ്യങ്ങളായ രുചികളും കലർപ്പില്ലാത്ത ഭക്ഷണങ്ങളും നൽകുക എന്ന ചിന്താഗതിയിലൂടെ നീങ്ങുന്ന ബേക്ക് സ്റ്റോറിക്ക് കണ്ണൂരിൽ ഇനിയും വിവിധ സ്ഥലങ്ങളിൽ പുതിയ സംരംഭം തുടങ്ങാൻ കഴിയട്ടെയെന്ന് മേയർ ആശംസിച്ചു. കഴിഞ്ഞ ദിവസം ഡിസംബർ 24 ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് കഴിഞ്ഞു. ഓരോ ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ട ഉപഭോക്തൃ സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന സെമിനാറുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. അപ്പോൾ അവിടെയൊക്കെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം മാർക്കറ്റിൽ കസ്റ്റമറാണ് കിങ് എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമർ തീരുമാനിക്കുമ്പോൾ അത്തരം അവനിഷ്ടപ്പെട്ട രീതിയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാൻ ഒരിടം അത് വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. തുടർന്ന് നടന്ന ചടങ്ങിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കേഴ്സിന് മൊമെന്റോ നൽകി ആദരിച്ചു. രുചി വൈവിധ്യങ്ങളിൽ ആധുനിക പാതയിലൂടെ സഞ്ചരിക്കുന്ന ബേക്ക് സ്റ്റോറി വിശാലമായ സൗകര്യത്തോടുകൂടിയാണ് പുതിയ ഔട്ട്ലെറ്റ് തുറന്നത്. കഫേ സ്റ്റോറിയാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഇന്റർനാഷണൽ ലെവലുള്ള കോഫി ഇവിടെ നിന്നും ലഭിക്കും. കൂടാതെ 200 പേർക്ക് ഇരിക്കാവുന്ന മിനി ഓഡിറ്റോറിയവും ഹൃദ്യമായ ആതിഥേയത്വവും ബേക്ക് സ്റ്റോറിയെ വേറിട്ടതാക്കുന്നു. സ്മൂത്തീസ്, ഷേക്ക്, ചായ, കാപ്പി, കോൾഡ് കോഫി തുടങ്ങിയ വിവിധയിനം പാനീയങ്ങളും പാസ്ത, ബർഗർ, സാൻഡ്വിച്ച് തുടങ്ങിയവയുടെയും രുചി അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. വിവിധതരം ഹൽവകൾ, ഈന്തപ്പഴം, കേക്കുകൾ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെയുണ്ട്. നല്ല രുചികരമായ ബേക്കറി ഫുഡും അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കണ്ണൂരിൽ തന്നെ നമ്പർ 1 ഓടിക്കൊണ്ടിരിക്കുന്ന ബേക്കറിയാണ് ബേക്ക് സ്റ്റോറി. അതോടൊപ്പം തന്നെ നമ്മളിവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് കഫേയാണ്. കഫേ എന്ന് പറഞ്ഞിട്ട് കഫേയാണ് നമ്മളിവിടെ ആക്കില്ല. ഇൻ്റർനാഷണൽ ലെവലിലുള്ള നല്ല രീതിയിലുള്ള കഫേയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ കഫേ എന്ന് തന്നെ നമുക്ക് പറയാം, സൂചിപ്പിക്കാം. വിശാലമായ സൗകര്യത്തോടു കൂടിയിട്ടുള്ള നല്ലൊരു കഫേയാണ് നമ്മളിവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള ഹാളും മുകളിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പേരുപോലെ തന്നെ ബേക്ക് സ്റ്റോറി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ കഥ പറയുന്നു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7125, പവന് 57,000, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഥയുടെ പെരുത്തച്ഛന് വിടചൊല്ലി സാഹിത്യലോകം. അന്ത്യവിശ്രമം മടവൂർ റോഡ് ശ്മശാനത്തിൽ. അനുസ്മരിച്ചു പ്രമുഖർ. നികത്താനാവാത്ത നഷ്ടമെന്ന് ടി. പത്മനാഭൻ.
തലശ്ശേരിയിലെ ലോഡ്ജുകളിൽ മിന്നൽ പരിശോധന, വൃത്തിഹീന ചുറ്റുപാടുകളും നിരോധിത പുകയില വസ്തുക്കളും കണ്ടെത്തി. പരിശോധന പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പോയിന്റ് ഓഫ് കോൾ പദവി എയർപോർട്ട് മാർച്ച് നടത്തുമെന്ന് AIYF. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം കാരണം വിമാനത്താവളം അനുദിനം കടന്നുപോകുന്നത് പ്രതിസന്ധിയിലൂടെയെന്നും ഭാരവാഹികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.